മഴക്കാലത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാരായണ നഗരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായ ഐക്യം സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്. മഴ പെയ്താൽ പുതിയ ബസ് സ്റ്റാൻഡും പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥ ഏകദേശം 6 വർഷത്തോളമായി. ഇതിന് മുനിസിപ്പാലിറ്റി ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാരായണ നഗരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2018-ലും 19-ലും 22-ലും അല്ലേ നമ്മുടെ ജാമ്യന്റെ വെള്ളപ്പൊക്കം ഏതാണ്ട് 62 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടൊരു ഷോപ്പ് അവിടെ നടച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ മാസം ജപ്തിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഭരണാധികാരികൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഇതിൽ വടകര നഗരസഭയുടെ പാർട്ട് വളരെ വലുതാണ്. എല്ലാ വർഷവും കേരളത്തിൽ വടകരയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കാറുണ്ട്. ആ പ്രക്രിയകള് നേരാവണ്ണം മോണിറ്റർ ചെയ്ത് എല്ലാ ഇടങ്ങളിലും ഈ ശുചീകരണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അധികാരികൾ ഉറപ്പുവരുത്തുന്നില്ല. ചെറിയ മഴ പെയ്താൽ പിറ്റേന്ന് രാവിലേക്ക് ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങൾ മുങ്ങിപ്പോകുകയാണ്. ഇതിന് അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇനി ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനയായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധർണാ സമരം മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമാധാനപരമായ ഒരവസ്ഥയായിരിക്കും. കാരണം വ്യാപാരി സമൂഹമാണ്. മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാതിരി ഞങ്ങൾ അടിച്ചു പൊളിക്കാനോ തടയാനോ ഞങ്ങളില്ല. ഞങ്ങളുടെ പ്രയാസങ്ങള് അധികാരികളുടെ മുമ്പില് യഥാസമയം കാലാനുസൃതമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മൗനമാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഗാന്ധിയൻ സമരമുറയിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, എത്ര ബാക്കിയുള്ള ആളുകളൊക്കെ മാതിരിയുള്ള വ്യാപാര സ്ഥാപനങ്ങള് അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധന സാമഗ്രികളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തില് വടകരയിലെ അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിനങ്ങളില് ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിൽ വടകരയിലുള്ള വ്യാപാരി സമൂഹവും ജനങ്ങളും മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. പി എ ഖാദർ അധ്യക്ഷനായ പരിപാടിയിൽ മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹരീഷ് ജയരാജ്, അമൽ അശോക്, പി എ ജലീൽ എന്നിവർ സംസാരിച്ചു. എൻ പി ഗോപി സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.